ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇക്കാനെയും എന്നെയും വീട്ടിൽ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഞങ്ങൾക്ക് വെറുതെ വിരുന്ന് പോലാണ് പണി. എങ്കിലും ഈവനിങ് വിളിച്ച സമയത്ത് പോയതാണ് കേട്ടോ. അമ്മ കുറച്ച് ദിവസമായി പറയുന്നത് ഫർദ എടുത്തിട്ട് വരാനായിട്ടോ. മുമ്പ് തന്നതാണ്, പക്ഷെ ഞാൻ ഇന്ന് പോകാം നാളെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ദിവസം വൈകിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ എന്തായാലും അടിപൊളി ഫർദ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല അടിപൊളി ഫർദ തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറുള്ളവരെടുത്ത് പറഞ്ഞാൽ ഉമ്മക്ക് കളർ മാച്ച് ആവില്ല പറഞ്ഞിട്ടാണ് എൻ്റെ തന്നെ ഏൽപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഫർദയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഉമ്മാക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയതും പിന്നെ കുറച്ച് സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഞാൻ കുറച്ച് ബെല്ലം ഉരുക്കിയതിന് ശേഷം അതിലോട്ട് തേങ്ങയും ഏലക്കായ് പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിലൂടെ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. അതായത് ഫ്രിഡ്ജിൽ ചക്ക വരട്ടി വെച്ചിരിക്കുകയാണ്. ഏത് സീസണിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇതും കൂടി ചേർത്ത് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഇക്ക വന്ന സമയത്ത് ചക്ക എപ്പോഴും കിട്ടാറില്ല. അപ്പം ഞാൻ വിചാരിച്ച വീട്ടിൽ ചക്ക ഉമ്മ നല്ല പോലെ തന്നെ വെള്ളമൊന്നും തട്ടാണ്ട് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ ആ ചക്ക വെച്ചിട്ട് നമുക്ക് ഇലയുടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിക്കാൻ റെഡി ആയിട്ട് എൻ്റെ അത്ത അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അയ്യറിൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത് 1 കപ്പ് അരിമാവിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്തിട്ട് നമ്മളതിങ്ങനെ ദോശയ്ക്ക് വീത്തണം ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ബാറ്ററിൽ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം എന്താ നമ്മുടെ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ ദോശ പോലെ പരത്തിയിട്ട് ഫില്ലിങ്സ് നടുവിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഞാൻ കാണിക്കണ പോലെ തന്നെ മടക്കിയിട്ട് നമ്മൾ ആവിയിലൊന്ന് വെച്ചെടുക്കാം. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി റെസിപ്പിയാണ് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും നല്ല പോലെ എന്താ പറയുക ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇഡ്ഡലി തട്ട് ആദ്യം തന്നെ നല്ല ചൂടാക്കി വെക്കണം കേട്ടോ. നമ്മൾ വെച്ചതും ഈ ബാറ്റർ സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ലൂസ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദാ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.